പ്രശാന്തേട്ടാ, ബാലഭാസ്കറിന്റെ മരണം അതെന്നും കുറേ നാളുകളായി വർഷങ്ങളായി തന്നെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നലെ മനോരമ ന്യൂസിൽ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. തനിക്ക് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അന്ന് സംഭവിച്ചത് എന്താണെന്ന രീതിയിൽ വളരെ വ്യക്തമായി തന്നെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി വ്യക്തമായിട്ടുണ്ടോ? ഇന്നലെ ശ്രീജിത്ത് പണിക്കർ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം മനോരമ ന്യൂസ് 6 കൊല്ലത്തിന് ശേഷം സഹധർമ്മിണിയായിട്ടുള്ള ലക്ഷ്മിയുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ, അതിനകത്ത് ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ വ്യക്തത വരുത്തി ചോദിക്കാനതും അല്ലെങ്കിൽ വ്യക്തമായിട്ട് അതിന് മറുപടി പറയാഞ്ഞതും എന്തുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പണിക്കറിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. പുള്ളി എല്ലാ കാര്യത്തിനകത്തും ഒരു കൃത്യതയോടുകൂടി നിരീക്ഷണം നടത്തുന്ന ആളാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെ നിരീക്ഷണം നടത്തുകയും അതിനകത്തെ കാര്യങ്ങൾ വ്യക്തത വരുത്തിയ ആൾക്കാർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു ആളാണ്. അതുകൊണ്ട് നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കും. കാരണം 2018 തോന്നുന്നു അദ്ദേഹം മരണമുണ്ട്. ഈ അപകട മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പിതാവുമൊക്കെ ഇതിനകത്ത് ഈ മരണത്തിനകത്ത് ദുരൂഹതയുണ്ടെന്ന് കണ്ട് പരാതി കൊടുക്കുകയും അതിനകത്ത് ആ അന്വേഷണം അന്ന് ഇത് അപകട മരണമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം CBI അന്വേഷിച്ചു. CBI അന്വേഷിച്ചപ്പോഴും അതേ രീതിയിൽ തന്നെ അത് അപകട മരണമാണ്, മറ്റ് തെളിവുകളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വന്നതാണ്. പിന്നെ അത് കോടതി ഇടപെട്ട് വീണ്ടും തുടരന്വേഷണം നടത്തിയപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. മരണത്തിനകത്ത് ദുരൂഹതയൊന്നും കണ്ടെത്താൻ അന്വേഷണ സംഘങ്ങൾക്കൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ 6 കൊല്ലത്തിന് ശേഷം ലക്ഷ്മിയുമായിട്ട് ജയമോഹൻ നടത്തിയൊരു ഇൻ്റർവ്യൂ മനോരമ ന്യൂസിനകത്ത്, അതിനകത്ത് ശ്രീജിത്ത് പണിക്കർ പറയുന്ന 1-2-3 കാര്യങ്ങൾ, മരണം അല്ലെങ്കിൽ അപകടത്തിന് ശേഷം ഈ പറയുന്ന ഭാര്യയെയും കുഞ്ഞിനെയും ബാലഭാസ്കറിനെയും ആശുപത്രിയിൽ എത്തിക്കുന്നു. ഈ അപകട സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളല്ല പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആൾ. ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ എങ്ങനെ ബാലഭാസ്കറിൻ്റെ പേഴ്സും മൊബൈൽ ഫോണും എത്തപ്പെട്ടു? അപ്പം അഥവാ ഈ പേഴ്സും മൊബൈൽ ഫോണും ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തപ്പെട്ടാൽ, ഒരു പേഴ്സ്, ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അപകടം നടക്കുമ്പോൾ ആ അപകടത്തിന് ശേഷം ആ അബോധാവസ്ഥയിലുള്ള ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ ഉടനെ തന്നെ എത്തുകയും, അല്ലെങ്കിൽ ആ വണ്ടിക്കകത്തുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളും പ്രധാനപ്പെട്ട സാധനങ്ങളും എല്ലാം പോലീസായാലും അല്ലെങ്കിൽ ആരായാലും അത് കണ്ടെത്തി അവരെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വസ്തുക്കളാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സും, 2 അതിനെക്കാട്ടി പ്രാധാന്യം അർഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണും പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആൾ വണ്ടിക്കകത്ത് കൂടെ ഉണ്ടായിരുന്നില്ല. അപകടത്തിന് ശേഷം ഇത് എവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി എന്നുള്ളതിനെ പറ്റി വിവരമില്ല. അതിനുശേഷം ഇദ്ദേഹം ഇത് തിരിച്ച് അവരെ ഏൽപ്പിക്കുന്നതിനകത്ത് കാലതാമസം അല്ലെങ്കിൽ ഏൽപ്പിക്കുന്നതിനകത്ത് മടി കാണിക്കുന്ന ഒരവസ്ഥ. ഈ ചോദ്യത്തെപ്പറ്റി വ്യക്തത വരുത്തി ഈ പറയുന്ന ജയമോഹൻ ചോദിച്ചിട്ടുമില്ല. അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നതിന് ലക്ഷ്മി ഇൻ്റർവ്യൂ തയ്യാറാവുന്നതുമില്ല. അതായത് അവ്യക്തമായിട്ട് പോകുന്ന ഒരവസ്ഥ. ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഇതിന് ശേഷം അവരുടെ വീട്ടിൽ ചെല്ലുകയും ലക്ഷ്മിയുടെ അമ്മ ഈ പേഴ്സിനെ പറ്റിയും മൊബൈൽ ഫോണിനെ പറ്റിയും ചോദിച്ചപ്പോൾ അത് ഉടനെ തന്നെ എത്തിക്കാമെന്ന് പറയുകയും പേഴ്സ് അദ്ദേഹം 2 ദിവസത്തേക്ക് തിരിച്ചേൽപ്പിക്കുകയും, എന്നാൽ മൊബൈൽ ഫോൺ ഒരു കാരണവശാലും തിരിച്ചേൽപ്പിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരാളുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അതായത് പേഴ്സണൽ സാധനമാണ്. അത് മറ്റൊരാൾക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയെങ്കിലും അത് കയ്യിൽ വെച്ചേക്കേണ്ട, ഒരു ദിവസം അല്ലെങ്കിൽ കയ്യിൽ വെച്ചേക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ, അതായത് വീട്ടുകാരെയാണ്, ഭാര്യയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഏൽപ്പിക്കേണ്ടത്. ഇത് ഈ ലക്ഷ്മിയുടെ ഭാര്യ ചോദിച്ചതിന് ശേഷവും 1-2-3 ദിവസം കൂടി മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ വെച്ചിരിക്കും, ഞാൻ തിരിച്ചു തരാമെന്ന് പറയുകയും, എന്നാൽ ഈ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്. അതായത് ഈ മരണത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ DRI ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് DRIയുടെ ഒരു റെയ്ഡ് നടക്കുകയും ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തിയതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 3 മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ഈ 3 മൊബൈൽ ഫോണിൽ ഒരു ഫോൺ ഈ പറയുന്ന നമ്മുടെ ബാലഭാസ്കറിൻ്റെതാവുകയും ചെയ്തു. അപ്പം അദ്ദേഹം എന്തിനീ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്തു?
അപ്പം അദ്ദേഹം എന്തിനീ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്തു, അല്ലെങ്കിൽ പേഴ്സ് തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ, വേറെ വ്യക്തിയുടെ മൊബൈൽ ഫോൺ അദ്ദേഹം എന്തിനു ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം അദ്ദേഹത്തിന്റെ പിതാവെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അവരെ കയ്യിൽ ഏൽപ്പിക്കാമായിരുന്നു അത് പിതാവിൻ്റെ കയ്യിലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിലോ, പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കയ്യിലോ ഏൽപ്പിക്കാവുന്ന വിഷയമാണ്. അപ്പോൾ ഇതെന്തിന് ഹോൾഡ് ചെയ്തു? രണ്ടാമത് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇദ്ദേഹം എന്തിന് ഈ അർജുൻ എന്ന് പറയുന്ന ഡ്രൈവർ, പിന്നെ ഈ പറയുന്ന ഈ പറഞ്ഞ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആളുകൾ, ഇവരൊക്കെ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും അല്ലെങ്കിൽ അതിനു മുമ്പും ഈ പറയുന്ന സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഈ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിന് ബാലഭാസ്കർ ഇവരെ കൂടെ കൂട്ടിയിരുന്നു? അപ്പം അത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആൾ ചില സാഹചര്യം കൊണ്ട് ഇതിനകത്തൊക്കെ വന്നു വിട്ടുപോയതാണെന്ന്, അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിൽ ബാലഭാസ്കറിൻ്റെ കൂടി അങ്ങനെ അനുവദിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്തൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തയ്യാറാവുന്നില്ല. മാത്രവുമല്ല, ഇപ്പം ഏറ്റവും അവസാനം ഈ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അന്നത്തെ അർജുൻ എന്ന് പറയുന്ന ആളിനെ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ഏതോ ഒരു സ്വർണ്ണ കടത്തുകാരെ തിരിച്ച് സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുന്നതിന് വേണ്ടി പുള്ളി ശ്രമിക്കുകയും അദ്ദേഹം പിടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഈ അർജുൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നല്ലോ, അപ്പം അദ്ദേഹമായിരുന്നല്ലോ ഈ മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇന്റർവ്യൂവിനകത്ത് പറയുന്നതിനപ്പുറം അന്നും തന്നെ ഇതിനകത്തൊരു ഏതോ ഒരു സിനിമ നടന്നു കണ്ട് ഇതിനകത്ത് ദുരൂഹതയുണ്ടെന്നും, അല്ലെങ്കിൽ ഇതിനകത്ത് ചില ആൾക്കാർ ഈ വണ്ടിയുടെ വട്ടം ആക്രമിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം കണ്ടതായിട്ടും ഒക്കെ. പക്ഷെ അതിനകത്ത് അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കുകയും അതൊക്കെ അദ്ദേഹം വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ഈ CBI അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പം നമ്മൾ തുടക്കം മുതൽ തന്നെ ആ വാഹനത്തിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ സ്വർണം ഉണ്ടായിരുന്നതായി ഒരു ചില വാർത്തകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അതിനെക്കുറിച്ച് അവർ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് മറുപടി ചോദ്യകർത്താവ് ചോദിക്കുന്ന വിവരങ്ങളിലൊക്കെ നല്ല മറുപടി. അപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുന്ന വിവരത്തിനകത്ത് ഈ പറയുന്ന മൊബൈൽ ഫോണിനെയും അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കൃത്യതയോടുകൂടി ചോദിക്കുന്നതിന് ഒരുപക്ഷെ ജയമോഹൻ എന്ന് പറയുന്ന ആങ്കർ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ആ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ വളരെ അഴകുഴമ്പൻ സമീപനത്തിൽ അതിനകത്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. മാത്രവുമല്ല, ഈ ഘട്ടങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചിരുന്ന അന്യായമാണെന്ന് പറയുന്നതിന് ഇവർ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ന്യായക്കേടുണ്ടെന്ന് പറയുന്നതിന് തയ്യാറാകുന്നില്ല. ഒരു ഘട്ടത്തിൽ പോലും അവരുടെ ഭാഗത്ത് ഈ പറയുന്ന പ്രകാശൻ അല്ലെങ്കിൽ അർജുൻ എന്ന് പറയുന്ന ഭാഗത്തെ ന്യായീകരിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ ബാലഭാസ്കറിന്റെ പിതാവ് ഈ ബാലഭാസ്കറിന്റെ ഭാര്യയ്ക്കെതിരായി നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ബാലഭാസ്കറിന്റെ പിതാവ് ഈ വിഷയത്തിനകത്ത് അദ്ദേഹമാണല്ലോ CBI അന്വേഷണം വേണമെന്നും പിന്നെ കോടതിയെ സമീപിക്കുകയും, അല്ലെങ്കിൽ അദ്ദേഹം പല ഘട്ടത്തിൽ പല ഇന്റർവ്യൂവിൽ വളരെ വിഷമത്തോടുകൂടി എനിക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പറയുകയാണ്, അന്ന് തൊട്ട് അവൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം പറയുന്ന വാചകമാണ്, മരണത്തിന് ശേഷം യാതൊരു കാര്യത്തിലും സഹകരിക്കാതെ പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഞാൻ പ്രതിസ്ഥാനത്ത് കാണുന്ന അവൻ്റെ മരണത്തിനകത്ത് കാരണക്കാരായിട്ട് കാണുന്ന ആൾക്കാരുടെ കൂടി നിന്നിട്ട് എല്ലാ രീതിയിലും ഈ അന്വേഷണത്തെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഈ ലക്ഷ്മി എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായെന്നൊക്കെ പല ഘട്ടങ്ങളിലും അദ്ദേഹം പറയുന്ന അന്വേഷണത്തിന്റെ ഒരു തിരിച്ചടിക്ക് കാരണം അതായിരിക്കും, ഈ ഭാര്യയുടെ നിസ്സഹരണമായിരിക്കുമോ? കാരണം ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി വിവരം നൽകാൻ ഇവർക്ക് കഴിഞ്ഞില്ലേ? പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, CBIക്ക് ഒന്നും ചെയ്യില്ല. അല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണത്തിനകത്ത് ഇവർക്കാർക്കും പങ്കുള്ളതായിട്ട് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുള്ളതായിട്ട് അറിവില്ല. അത് ബാലഭാസ്കറിന്റെ അച്ഛൻ പലവട്ടം പറയുന്നുണ്ട്. അതിനുശേഷവും ഈ ബാലഭാസ്കറിന്റെ അച്ഛൻ ആരോപിക്കുന്ന ഈ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ കള്ളക്കടത്തുകാരാണ്, അദ്ദേഹം വളരെ കൂടുതൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഈ വളരെ കൂടുതൽ പണം ബാലഭാസ്കറിന്റെ ഇവരുടെ കൈകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പണം ഒന്നും തിരിച്ചു കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതൊക്കെ ഭാര്യയ്ക്ക് അറിയാവുന്നതാണ്. എന്നിട്ട് ഭാര്യ അതിനകത്ത് യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കളവാണെന്ന് പറയുകയും അല്ലെങ്കിൽ ഇതിനകത്തൊന്നും വാസ്തവമില്ലെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത്. അതുപോലെ തന്നെ DRI ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണവും ഒക്കെ ആയിട്ട് അന്ന് വെളിയിൽ വന്ന അവസ്ഥയുണ്ട്.
അപ്പം ഇതിനകത്ത് ഈ അപകടം നടന്നത് അല്ലെങ്കിൽ അപ്പം ഈ അർജുൻ എന്ന് പറയുന്ന ആൾ വണ്ടി ഓടിച്ചിരുന്നു. അപ്പം ഈ അപകടത്തിനകത്ത് നമുക്ക് ദുരൂഹത ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം ദുരൂഹത എന്ന് പറയുമ്പം ഇതിനകത്ത് ഈ ഏറ്റവും ആദ്യം ഉള്ള ദുരൂഹത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോൺ എന്തുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഫോണിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് ഏത് ക്രൈം നടന്നാലും ഫോണിനകത്തൂടാണ് ഈ ക്രൈമുകളെല്ലാം തെളിയിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത് കൊലപാതകമാണെന്ന് കാണുമ്പോൾ ഈ ഫോൺ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലീസ് അന്വേഷിക്കത്തില്ല, അത് ഉപയോഗിച്ചിരുന്ന ഫോൺ. ആ പോലീസ് എന്തുകൊണ്ട് ഈ ഫോൺ അന്വേഷിച്ച് പോയില്ല, അല്ലെങ്കിൽ ഫോൺ ആരുടെ കയ്യിലാണ് തിരക്കി പോയില്ല എന്നുള്ളതിനകത്ത് നമുക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷേ പിന്നെ DRI റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ കണ്ടെത്തുകയും ആ ഫോണിനകത്ത് കാര്യങ്ങൾ അപ്പം അന്വേഷിക്കുകയൊക്കെ ചെയ്തതാണ്. ഏതർത്ഥത്തിലും ഏതായാലും അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഈ പറയുന്ന പോലെ അപകട മരണമാണെന്നാണ്. മാത്രമല്ല നമുക്ക് പ്രാഥമികമായിട്ട് ഇതിനെപ്പറ്റി ഒരു ഡ്രൈവർ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഡ്രൈവറും അപായപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവത്തില്ലല്ലോ. അയാൾക്കും എനിക്ക് തോന്നുന്നു നല്ല പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ അപകടം സംഭവിക്കുകയും അല്ല, ഈ ഡ്രൈവറിനെതിരെ അന്നും ആരോപണം ഉണ്ടായിരുന്നു ഈ കള്ളക്കടത്തിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അത് തെളിഞ്ഞിരിക്കുകയാണ്. സമാനമായി തന്നെ ഒരു കള്ളക്കടത്ത് കേസിൽ അല്ല, ഈ ഡ്രൈവറുടെ പേരല്ല, ഈ അർജുൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകാശ് തമ്പി, അർജുൻ ഡ്രൈവറും പ്രകാശ് തമ്പി എന്ന് പറയുന്ന ആളിനെ ഈ മരണത്തിന് ശേഷം 1 മാസത്തിനകം DRI ഒരു കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട റെയ്ഡ് നടത്തുന്നത്. മാത്രമല്ല അയാൾ മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുള്ള ആള്, അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പല കേസുകളിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആള്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഈ പറയുന്ന DRI അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ആൾക്കാർ മൊത്തം സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ്. ഇദ്ദേഹത്തിന്റെ കോടാനുകോടി രൂപ ഇതിനു വേണ്ടി ഇവർ വിനിയോഗിച്ചിരുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നുണ്ട്. ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ അപായപ്പെടുത്തിയിട്ടുള്ളതാണോ എന്നൊക്കെയാണ് പിതാവിന്റെ സംശയം. പക്ഷേ ഈ പിതാവിന്റെ സംശയത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് ഒരു അന്വേഷണത്തിനോ ഒരു അഭിപ്രായത്തിനോ ഈ ഭാര്യ ലക്ഷ്മി അന്നും സഹകരിക്കുന്നില്ല എന്ന് പലവട്ടം അദ്ദേഹം ആരോപിച്ചിരുന്നു. അപ്പോൾ പലവട്ടം ആരോപിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കൊടുത്തപ്പോഴും വളരെ ലാഘവത്തോടുകൂടി ഈ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാത്തത് തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരവും അതിനകത്ത് വ്യക്തത വരുത്തിയ ഒരു ചോദ്യം ചോദിക്കുന്നവരും അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്നതിനും ഒക്കെ ജയൻമോഹൻ തയ്യാറാവാതിരിക്കുകയും, മാത്രമല്ല ഇത്തരം ആൾക്കാരെ സ്വന്തക്കാരെന്ന രീതിയിൽ ഈ പറയുന്ന ബാലഭാസ്കറും അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ ഭാര്യയും കൊണ്ടു നടന്നത് എന്താണെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. ഇത് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷവും ഇത്തരത്തിലുള്ള ആൾക്കാരെ സംരക്ഷിച്ചു പോകുന്നത് എന്തിന് ലക്ഷ്മി എന്നുള്ളതിനെ പറ്റിയുള്ള ചോദ്യത്തിനും ഉത്തരമില്ല. ഏതായാലും 6 കൊല്ലത്തിന് ശേഷവും ഈ മരണം ഇപ്പോഴും ദുരൂഹമായിട്ട് തന്നെ തുടരുകയാണ്. അതിനകത്ത് വ്യക്തമായ കാരണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ മരണത്തിനകത്ത് ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ദുരൂഹത കൃത്യമായിട്ട് ഇല്ലാത്ത ഒരു മരണമാണ്, കൊലപാതകമല്ല, സാധാരണ മരണമാണ്, അപകട മരണമാണ് തെളിയിക്കുന്നതിന് വേണ്ടി ഈ ഏജൻസികൾക്കോ അല്ലെങ്കിൽ കോടതി ഇടപെട്ടതിന് ശേഷം നടത്തിയ ഏജൻസികൾക്കോ ഒക്കെ തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ, അദ്ദേഹത്തിനെ ഈ പറയുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആ ദുരൂഹതയ്ക്ക് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിന് ശേഷവും നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ബാലഭാസ്കറിൻ്റെ മരണത്തിനകത്തെ ദുരൂഹത നീങ്ങേണ്ടതായിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും അദ്ദേഹം ദീർഘകാലം ഈ ലോകത്തിന് സമ്മാനിക്കേണ്ടതുമായിട്ടുള്ള ഒരു വലിയ പലതും സമ്മാനിക്കേണ്ടതായിട്ടുള്ള വലിയ കലാകാരനാണ്. ഏതായാലും അതിനകത്ത് ദുരൂഹത നീങ്ങുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.